നമ്മുടെ കേരളത്തിൽ നാളെ മുതൽ വരുന്ന ഒരു 30 ദിവസം, ചിലപ്പോൾ അത് 29 ദിവസമായിരിക്കും. നമ്മുടെ റംസാൻ മാസത്തിൽ നോമ്പിൻ്റെ നാളുകളാണ്. നോമ്പ് എന്ന് പറയുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് സൗദിയിലും ഒമാനിലുമൊക്കെ ഇന്ന് മുതൽ തന്നെ വ്രതം തുടങ്ങിക്കഴിഞ്ഞു, നോമ്പ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഈ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നോമ്പെന്ന് പറയുന്നത്. മനുഷ്യനില്ലാത്ത, സാധാരണ എല്ലാ മനുഷ്യർക്കും ഇല്ലാത്ത ചില ശീലങ്ങൾ വേണം. അതായത് ക്ഷമയെന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് ആൾക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നോമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നോമ്പ് നോക്കുന്ന ആള് വളരെ ക്ഷമാശീലമുള്ളവനായിരിക്കണം. കാരണം എല്ലാ കൊണ്ടും ആ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് വേണം. അത് മുസ്ലിമിന്റെ ബാധ്യതയായിട്ടാണ് യഥാർത്ഥത്തിൽ റസൂലിന്റെ ചര്യകളിൽ നിന്നും അതുപോലെ തന്നെ പരിശുദ്ധ ഖുറാനിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത്. ക്ഷമ, അതാണ് ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ കാര്യം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ക്ഷമയില്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്നിപ്പോൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കും കാരണം ക്ഷമയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളെല്ലാം വെടിയണം. അതായത് വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ തുപ്പല് പോലും ഇറക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് സയന്റിഫിക്കാണ്. കാരണം ഉമിനീര് ഇറക്കുക എന്ന് പറയുമ്പോൾ ഉമിനീര് നമ്മുടെ ആഹാരത്തെയൊക്കെ ദഹിപ്പിക്കാനുള്ള ഒരു സാധനമാണ് ഉമിനീര്. അപ്പൊ ഉമിനീര് ധാരാളമായിട്ട് ഇറക്കിപ്പോയി കഴിഞ്ഞാൽ ഈ ശൂന്യമായി കിടക്കുന്ന വയറിനത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് അസിഡിറ്റി ഒക്കെ കൂടും. അതുകൊണ്ടാണ് ഉമിനീര് പോലും നമ്മൾ ഇറക്കാതെ അത് തുപ്പികളയുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതെ ഇത് പരിചയമുള്ള ആളുകൾക്കാണെങ്കിൽ ഉമിനീരൊന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കുന്നു. അതായത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സ്, അത് സ്ത്രീ പുരുഷ സംസർഗം അതില്ല, ആ ബന്ധമൊന്നും പാടില്ല ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ഈ സമയത്ത്. പിന്നെ ആ തുടങ്ങുമ്പം പ്രാർത്ഥനകളുണ്ട്. നോമ്പ് തുടങ്ങുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എല്ലാ കൃത്യമായിട്ടുള്ള 5 നേരത്തെ നമസ്കാരം, അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി തഹ്റാബിയ നമസ്കാരം എന്ന് പറയുന്നത് വളരെ അധികമായിട്ടുള്ള നമസ്കാരമാണ് കേട്ടോ. അത് ചിലർ 20 റക്കഅത്തും അതിൻ്റെ കൂടെ 3 റക്കഅത്തോട് ചേർന്ന് 23 റക്കഅത്ത് ആ നമസ്കാരം ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ 8 റക്കഅത്തും അതിനോട് 3 ചേർത്ത് 11 റക്കഅത്തായിട്ട് നമസ്കരിക്കാറുണ്ട്. സുന്നികളെല്ലാം 23 റക്കഅത്താണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നീണ്ട പ്രാർത്ഥനകളാണ്. ഏതാണ്ട് ഒരു 1.25 മണിക്കൂറോളം എടുക്കും ഈ നമസ്കാരം രാത്രി. അപ്പൊ ഞാൻ ഈ നോമ്പ് കാലത്ത് കഴിയുന്നത് ഒരു പ്രോഗ്രാമിന് ഞാൻ പോകത്തില്ല, ദൂര യാത്രകളൊന്നുമില്ല. പിന്നെ ഈ നോമ്പ് തുറ എന്ന് പറയുന്ന ഒരു വലിയ ഉത്സവം പോലൊക്കെ നടത്താറുണ്ട് പല ആളുകളും. ഞാനത് അറ്റൻഡ് ചെയ്യാറില്ല. കാരണം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ആ രീതിയിലാണ് ഗണിക്കുന്നതിന്. അതൊരു പ്രകടനമായിട്ട് ഞാനത് കാണിക്കാറില്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഒന്നിച്ച് നമസ്കരിക്കും. ഞങ്ങൾ ഒന്നിച്ച് നോമ്പ് തുറക്കും, ഇതൊക്കെ ചെയ്യും. വലിയ മാമാങ്കങ്ങളൊന്നും അതിനൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യാറുമില്ല. നോമ്പ് തുറ മാമാങ്കങ്ങൾ ഭക്ഷണം വളരെ കുറവായിരിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ വെയിറ്റ് ഏതായാലും ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു 5 കിലോ ഇപ്പോൾ കുറയും കേട്ടോ. ഈ വയറും എല്ലാം യാതൊരു പ്രശ്നമല്ല. ഇത് കഴിയുമ്പോൾ വളരെ ഉത്സാഹമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ആ രീതിയിലാണ് നമുക്ക് പോകുന്നത്, നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ നോമ്പ് കാലത്ത് ഇപ്പോൾ അതുപോലെ തന്നെ ആരോടും മോശമായിട്ട് പെരുമാറാതിരിക്കുക, ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. നമ്മൾ ആരെന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വന്നാലും അത് ക്ഷമിക്കുക, അത് നിർബന്ധമാണ്. പിന്നെ ഇത് സക്കാത്തിൻ്റെയും കൂടെ കാലമാണ്. എപ്പോഴും സക്കാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വരുമാനത്തിൽ നിന്നും 2.5% നിർബന്ധമായിട്ടും ഇതുപോലെ സക്കാത്തിന് അർഹതയുള്ള ആളുകൾക്ക് കൊടുത്തിരിക്കണം. ഇനിയിപ്പം ഞാനിപ്പോൾ 2.5 ഞാൻ ഇനി എവിടെ പോയി നോക്കുന്ന എനിക്കറിഞ്ഞൂടാ. ഞാനിപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 10% കൊടുത്തു കഴിഞ്ഞു. കാരണം അങ്ങനെ വരാറുണ്ട്, അങ്ങനെ ആയിപ്പോവും. ഇനിയും ഒരുപാട് പേര് വരും, കൊടുക്കും. അത് മാത്രമല്ല, സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബന്ധുക്കളൊക്കെ ഉണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് പണം കൊടുക്കും. അതൊക്കെ ഇനി കൊടുക്കുമ്പോൾ
ഏതായാലും ഈ 10 എന്ന് പറയുന്നത് ചിലപ്പോൾ 15% ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുത്തു പോകുന്നത്. ആ രീതിയിലായി പോകും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു മുസ്ലിമിന്റെ കടമകളിൽ പെടുന്ന കാര്യങ്ങളാണിത്. ഈ നോമ്പ്, നമസ്കാരം, സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് കർശനമായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. അതായത് ദൈവവും നമ്മളുമായിട്ട് ഡയറക്റ്റ് ഉള്ള ഒരു ഇടപാടാണ്, ഒരു ബന്ധമാണ് ഈ സമയത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, ശരീരം ശുദ്ധമായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ചര്യകളും, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് എപ്പോഴും വേണം. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ക്ഷമ വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു അശ്ലീല വാക്കുകളും ഉപയോഗിക്കാൻ പാടില്ല, ആരെയും ആക്ഷേപിക്കാൻ പാടില്ല, ആർക്കും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറാനും പാടില്ല. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോകളൊക്കെ ചെയ്തെന്നിരിക്കും, അതിനകത്ത് ആരെയും മനപ്രയാസപ്പെടുത്താതെ സംസാരിക്കാൻ ഞാൻ നോക്കാം ഈ ഒരു മാസം, അതേ പറയാൻ പറ്റുന്നുള്ളൂ. എന്നാലും കഴിയുന്നതും അത് ഒരു സംയമനം പാലിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ ശ്രമിക്കും. അത് വേണം, അത് ഈ നോമ്പിൻ്റെ ഒരു കരുതലാണ്. ഈ പീരീഡിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, അവര് ഹിന്ദു സഹോദരങ്ങൾ, അതുപോലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ, പലരും എനിക്കറിയാവുന്ന ആളുകൾ ഈ നോമ്പ് നോക്കുന്നുണ്ട്. ഒരുപാട് പേര് നോക്കുന്നുണ്ട്. അത് കാരണം അത് ആ നോമ്പ് സ്ഥിരമായിട്ട് മുഴുവൻ നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട്. അത് ഈ 30 എണ്ണം. എൻ്റെ കൊച്ചുമക്കൾ വളരെ ചെറിയ പ്രായമുള്ളവരെ ഈ 30 നോമ്പും പിടിച്ചിരിക്കും, നിർബന്ധമാണ്. അവർക്ക് ഒരെണ്ണം ഒരു നോമ്പൊന്ന് നിർത്താൻ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അവന്മാരെ സമ്മതിക്കത്തില്ല കേട്ടോ. സ്കൂളിൽ പോകും, അതൊക്കെയാണ്, പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അവന്മാര് ആ നോമ്പ് മുഴുവൻ പിടിക്കും. ഏറ്റവും ഇടയവും പോലും അവനും ഈ 30 നോമ്പും പിടിക്കുന്നവനാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് തുറ എന്ന് പറയുന്നത് അവർക്ക് വളരെ നിർബന്ധമാണ്. അപ്പോൾ അതിൽ ഒരുത്തൻ പറയുന്നത് ഭക്ഷണത്തിന് സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ്. കാരണം ഇതിൽ വിശന്നിരിക്കല്ലേ. അപ്പം ആ മൂന്നാമത്തെ പറയുന്നതാണ് നല്ല ഈ ഭക്ഷണത്തെ ആഹാരം അങ്ങനെ സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. കാരണം അത് അവനെ സംബന്ധിച്ചിടത്തോളം അതാണ്. അവന് അത് എന്നാലും പിടിച്ചേ പറ്റുള്ളൂ. അവന്മാർ ഇതേപോലെ നോമ്പ് തുറക്കണമെന്നൊന്നും പറയത്തേയില്ല അതിനു മുമ്പ്. അതായത് എന്തെങ്കിലും വേണമെന്നോ ഒന്നും പറയത്തില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്ത് അത്രത്തോളം നമ്മൾക്ക് ക്ഷമ വേണം. മാത്രമല്ല, നമുക്ക് അത്യാഗ്രഹങ്ങളൊന്നും പാടില്ല, നമുക്ക് അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല, ആവശ്യമില്ലാത്ത ഒരു ഇടപാടുകളും നടത്താൻ പാടില്ല. നമ്മൾ അന്യരെ സഹായിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ വേണ്ട സക്കാത്ത്, സദക്ക മുതലായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ഈ സമയത്ത്. എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ ഞാൻ നേരുകയാണ്. നല്ല ഒരു റംസാൻ മാസമായിരിക്കട്ടെ. ഈ റംസാനിലെ എല്ലാവർക്കും, അതായത് പരസ്പര ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാം. ജാതി മത ഭേദമന്യേ എല്ലാവരുമായിട്ടും ഉള്ള ഒരു ബന്ധം സൂക്ഷിക്കാനുള്ള ഒരു മാസമായി ഇത് മാറട്ടെ. അത് എന്നത്തേക്കും അത് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നാന്ദി കുറിക്കാനുള്ള ഒരവസരമാകട്ടെ ഈ റമദാൻ മാസം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു.